ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, വയർ കമ്പനിയുടെ ഒരു ആംപ്ലിഫയർ ആണ്. 24 വോൾട്ട് തൊട്ട് 38 വോൾട്ട് വരെ നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ. കൂടാതെ തന്നെ നമുക്ക് ഒരു ചാനലിന് 200 വാട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ചാനലിനും കൂടെ 400 വാട്ട്സ് ടോട്ടൽ എടുക്കാനായിട്ട് പറ്റും. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ 3 ohms to 8 ohms ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 3 ohmസിലായിരിക്കും നമുക്ക് 200 വാട്ട് എടുക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു 38 വോൾട്ടിൽ, അല്ലെങ്കിൽ 36 വോൾട്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന SMPS ഉണ്ട്. അപ്പോൾ SMPS ഇതാണ്. എന്തായാലും നമുക്ക് 150 വാട്ട്സ് കിട്ടിയാലും നല്ലതല്ലേ ഈ കാണുന്ന ചെറിയൊരു സെറ്റപ്പിൽ. അപ്പോൾ ഈ ചിപ്പിൻ്റെ ഒരു ഡാറ്റാ ഷീറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. TPA3251 ചിപ്പിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡാറ്റാ ഷീറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ചില ആൾക്കാർ പറയും ഈ പറയുന്ന സാധനത്തിൽ നിന്നും അത്രയും വാട്ട്സ് ഒന്നും കിട്ടില്ല, അത്രയും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ സംശയമുള്ള ആൾക്കാർക്ക് TPA3251ൻ്റെ ഡാറ്റാ ഷീറ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു തർക്കം വരേണ്ട ഒരു ആവശ്യം നമുക്കവിടെ ഇല്ല എന്നുള്ളതാണ്. നല്ല കിടിലൻ കമ്പനിയാണ് TPA3251. ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചിപ്പാണ്. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. കാര്യം ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചിപ്പ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ജസ്റ്റ് ഡാറ്റാ ഷീറ്റ് എടുത്ത് നോക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 38 വോൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ വരുന്ന ഒരു SMPS ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള, നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള SMPS ആണ് ഇത്. കണ്ടില്ലേ, നല്ല ഫുൾ മെറ്റൽ അലുമിനിയത്തിലാണ് വരുന്നത്. ആനോഡൈസ്ഡ് ഗോൾഡൻ കളർ ആനോഡൈസ്ഡ് അലുമിനിയം കേസിങ്ങിലാണ് ഈ സാധനം വരുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസൊക്കെ നല്ല അടിപൊളിയാണ്ടില്ലേ, നല്ല അടിപൊളി കമ്പോണൻസിലാണ് അവരിതെല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വോൾട്ട് എന്ന് പറയുമ്പോൾ 36 വോൾട്ട് സിംഗിൾ സപ്ലൈ ആണ്. 36 വോൾട്ട് 10 ആംപിയർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഈ ബോർഡിലേക്ക് ജസ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിനകത്ത് നമ്മൾ വോൾട്ട് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. 36 വോൾട്ട് അല്ലെങ്കിൽ 38 വോൾട്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെയാണ്. ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് വരുന്ന ഭാഗം ആണ് ഈ കാണുന്ന രണ്ട് വൈറ്റ് കളറിലുള്ള കണക്റ്റേഴ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ജസ്റ്റ് നമ്മളൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഇതാ കാണുന്നില്ലേ, ഇതിവിടെയാണ് ഓഡിയോ സിഗ്നൽ. ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ സിഗ്നൽ കൊടുക്കേണ്ടത് ഇവിടെയാണ്. 35 ഇവിടെ കണ്ടില്ലേ, NA5532ൻ്റെ 2 ചിപ്പുകളാണ് ഇവിടെ. മൊത്തം 3 ചിപ്പ് ഇതിനകത്ത് ടോട്ടലി വരുന്നുണ്ട്. അപ്പോൾ അത് ഗെയിനിന് വേണ്ടിയിട്ടാണ്. കാര്യം ക്ലാസ് D ആംപ്ലിഫയറുകൾ ചില ബോർഡുകൾ ചില സന്ദർഭങ്ങളിൽ ഗെയിന് കുറവായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിരിക്കാം അവർ ഇവിടെ ഗെയിന് കൂട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം 3 ചിപ്പുകൾ NA5532 കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സബിൻ്റെ ആമ്പിലാണെങ്കിൽ ഇതിൻ്റെ സെയിം സാധനം തന്നെ സബിന് വരുന്നുണ്ട്. അതിന് 2 ചിപ്പാണ് വരുന്നത്, ഇതിന് 3 ചിപ്പ് അവർ സെയിം ചിപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓഡിയോ സിഗ്നൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓഡിയോ സിഗ്നൽ ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. 200 വാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവറിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇൻഡോറിലല്ല ഔട്ട്ഡോറിൽ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ 4 ohmസിൽ അല്ലെങ്കിൽ 3 ohms സ്പീക്കർ കറക്റ്റായിട്ട് നിങ്ങൾ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഒരു കമ്പോണൻസ് ക്വാളിറ്റിയൊക്കെ നോക്കണമെങ്കിലും ഫുള്ള് എനിക്കൊണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സാധാരണ വരുന്നത്. ബാക്കിയൊക്കെ ഉള്ളതെല്ലാം ഏകദേശം SMD ടൈപ്പാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചായിരുന്നു, ഈ ആ കൂടെ ഇതിനകത്ത് കുറച്ച് കമ്പോണൻസാണ് വരുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് പിന്നെ എൻ്റെ ചിപ്പ് അങ്ങനെയുള്ള കുറച്ച് കമ്പോണൻസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മെയിൻ ക്ലാസ് Dയുടെ ചിപ്പാണ്. ആ ചിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും. എങ്ങനെ ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിപ്പ് മാത്രമാണ് ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് നമ്മളിലുള്ളത് ഇപ്പോൾ നിലവിൽ. അങ്ങനെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പിന് കുറച്ച് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനത്തെ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ചിപ്പാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ഐറ്റം ആണ്. അത് കംപ്ലൈൻ്റ് ആവും ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ചിപ്പാണ്. അപ്പോൾ ആ ഒരു ചിപ്പ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കുറവാണ്. ഇനി അങ്ങനെ അഥവാ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ SMD ഒക്കെ സോൾവ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ചിപ്പിനെ മാറ്റുക, പുതിയ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ ഇതിൽ വർക്കാവും. ഇത്രയും തന്നെ ഉള്ളൂ. നമുക്ക് കോംപ്ലിക്കേഷനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ കമ്പോണൻസ് ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതൊക്കെ ഇൻഡക്ടറാണ്. ഈ കാണുന്ന സാധനങ്ങൾ ഇൻഡക്ടറാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അവരിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിന് ഈ ഒരു SMPS പക്കയായിരിക്കും. 10 ആമ്പിയർ നമുക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന വോൾട്ട് പക്കയാണ്. നിങ്ങൾക്ക് 110 വോൾട്ട് തൊട്ട് 240 വോൾട്ട് AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DC ഔട്ട്പുട്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 36 വോൾട്ട് 10 ആമ്പിയർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന, മൾട്ടിമീറ്റർ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെ നമ്പർ, ഇത് വാങ്ങാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 4500 താഴെയുള്ളൊരു പ്രൈസിലായിരിക്കും ഇത് വരുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൈസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നും. കാര്യം ഒരു ട്രാൻസ്ഫോമർ വാങ്ങുക, പിന്നെ ഇപ്പോൾ ഉദാഹരണം ടൊറോയുടെ ട്രാൻസ്ഫോമർ വാങ്ങുക, അതിനുവേണ്ടി കപ്പാസിറ്റർ, പവർ സപ്ലൈ ബോർഡ്, ഡയോഡ്, ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുക, പിന്നെ ആംപ്ലിഫയർ ബോർഡ് വാങ്ങുക, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആകുന്നുണ്ട്. 5000 ആ റേഞ്ചൊക്കെ നമുക്ക് പോവും സാധനം മാത്രം. ഇവിടെ നമുക്ക് 400-500 അതിനകത്തുള്ള പ്രൈസിലാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലാഭം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിപ്പ് TPAയുടെ 3251 എന്ന് പറഞ്ഞ ചിപ്പ് അത്ര നിസ്സാരക്കാരനായിട്ടുള്ളൊരു ചിപ്പല്ല. ഓഡിയോ ക്വാളിറ്റി അടിപൊളിയായിട്ടുള്ളൊരു ചിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാറ്റ ഷീറ്റ് ജസ്റ്റ് ഒന്നെടുത്ത് ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ചിപ്പിൻ്റെ പവർ എന്താണ്, അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കാര്യം ഒരുപാട് ആൾക്കാർ ഈ ക്ലാസ് D ആംപ്ലിഫയറിനെ കുറിച്ച് നല്ലതൊന്നും പറയുന്നില്ല. കാര്യം നമ്മുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് കോലം കിട്ടണമെന്നുള്ള ഒരു പഴഞ്ചൊല്ല് എനിക്കിവിടെ ഓർമ്മ വരികയാണ്. കാര്യം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളാണ്. സത്യം പറഞ്ഞാൽ ക്ലാസ് D മാറി വേറെ ഏതെങ്കിലും ടെക്നോളജി ഇപ്പോൾ വരേണ്ട ഒരു കാലമായി നമ്മുടെ നാട്ടിൽ. ക്ലാസ് D ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുതിയ ടെക്നോളജികൾ വരും എന്നൊരു പ്രതീക്ഷയാണ്. പിന്നെ അത് പോയിട്ട് ക്ലാസ് D കുറ്റം പറയുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ പോലും ക്ലാസ് D ആംപ്ലിഫയറുകളാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ വീട്ടിലിരിക്കുന്ന സൗണ്ട് ബാറിൽ നമ്മൾ ഒരുപാട് 10,000 കണക്കിന് രൂപ കൊടുത്ത് വാങ്ങുന്ന സൗണ്ട് ബാറിനകത്ത് ഇരിക്കുന്നത് മൊത്തവും ക്ലാസ് D ആംപ്ലിഫയറുകളാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആ ക്ലാസ് D ചിപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആംപ്ലിഫയറുകൾ ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട് ബാറുകൾ ഉപയോഗിച്ചിട്ട് അത് കിടിലമാണ്, അടിപൊളിയാണ്, സൂപ്പർ ക്വാളിറ്റിയാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് ക്ലാസ് D ആംപ്ലിഫയറുകളെ കുറ്റം പറയുന്നത്. മറ്റൊരു കാര്യം, ഫോണിനകത്ത് ഇതുപോലെ തന്നെയാണ് ക്ലാസ് D ചിപ്പുകളാണ് ഇരിക്കുന്നത്, ക്ലാസ് D ആംപ്ലിഫയറുകളാണ്. നമ്മൾ വാങ്ങുന്ന ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിൽ നമ്മൾ JBL, സോണി, പൈനിയർ ഇല്ല, JB, സോണി, LG ഇതുപോലുള്ള ബ്രാൻഡഡ്, അല്ലെങ്കിൽ ലോക്കൽ വരുമ്പോൾ ബോട്ട്, സീബ്രോണിക്സ്, ഇങ്ങനെയുള്ള എല്ലാ കമ്പനിയുടെയും ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിനകത്ത് ഇരിക്കുന്നത് ക്ലാസ് D ആണ്. ക്ലാസ് D ചിപ്പ് വെച്ചിട്ടാണ് അവരിത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ വയ്ക്കാനുള്ള കാരണം ഒന്ന് ഈ ബാറ്ററി ലൈഫാണ്. നമുക്ക് എഫിഷ്യൻസി കുറച്ച് കൂടുതലാണ്. അതിനകത്ത് ക്ലാസ് AB വയ്ക്കണമെങ്കിൽ സ്ഥലം ഒരുപാട് വരും, പിന്നെ അതിനുള്ള പവർ സപ്ലൈക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ബാറ്ററി, പിന്നെ അതിൻ്റെ പവർ കൺസപ്ഷൻ കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന 8 മണിക്കൂറും 10 മണിക്കൂറൊന്നും ബാറ്ററി ലൈഫ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ക്ലാസ് D പോലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുമ്പോൾ സ്ഥലം കുറയ്ക്കാം, എഫിഷ്യൻസി കൂടും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്ലാസ് Dക്ക് പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ല. പിന്നെ ഈ SMPS പെട്ടെന്ന് കത്തിപ്പോവും, അടിച്ച് പോകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SMPS ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പിടിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്താൽ പോലും ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആയി പോകത്തില്ല. പിന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു SMPS ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇത് അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകണം എന്നൊന്നുമില്ല.
പിന്നെ ഈ പറഞ്ഞ പോലെ SMPS അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ SMPS നമ്മുടെ ചാർജറുകളെല്ലാം കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ കംപ്ലൈൻ്റ് ആയി പോകുന്നു എന്നുണ്ടെങ്കിൽ ബൈ ചാൻസ് ആണത്. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കംപ്ലൈൻ്റ് ആയി പോകും. ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയ ജസ്റ്റ് വാങ്ങി കണക്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയി പോകും. അതൊക്കെ ഓരോ ആൾക്കാരുടെയും ഇതുപോലിരിക്കും. കാര്യം നമ്മളൊരു ഫോൺ വാങ്ങുന്നു, 10,000 12,000 40,000 50,000 കൊടുത്ത് ഫോൺ വാങ്ങുന്നു, നമ്മൾ ജസ്റ്റ് കൊണ്ടുവരുന്നു, ജസ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, കംപ്ലൈൻ്റ് ആയി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക. കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് വാങ്ങിയ ആൾക്കാരുടെ അടുത്ത്, ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ആണ് അത് വിൽക്കുന്നത്, അവരുടെ അടുത്ത് ജസ്റ്റ് അത് നിങ്ങൾ വാങ്ങി 1-2 ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സംസാരിക്കാം, ഇതുപോലെ SMPS കംപ്ലൈൻ്റ് ആയി പോയി എന്നുള്ള. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അറിയാതെ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയാൽ, ജസ്റ്റ് ഒന്ന് ഷോർട്ടായി പോയാലും ഇതങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്ന സാധനമൊന്നും അല്ല. പ്രത്യേകിച്ച് SMPSകളുടെ ഒരു പ്രത്യേക ട്രാൻസ്ഫോമറാണ് ഷോർട്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ എന്തായാലും കത്തിപ്പോവും. അല്ലെങ്കിൽ വീട്ടിലുള്ള ട്രിപ്പാവുന്ന RCCB ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ട്രിപ്പാവും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നില്ല നിങ്ങൾക്ക്. ജസ്റ്റ് അത് ഇതായിട്ട് നിൽക്കുകയുള്ളൂ. ആ കാര്യം ഇവിടെ നിന്ന് പിന്നെ വോൾട്ടേജ് ഇങ്ങോട്ട് വരില്ല. 36 വോൾട്ടാണെങ്കിൽ 36 വോൾട്ട് വരില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ ഫോണിൻ്റെയൊക്കെ SMPS അല്ലെങ്കിൽ ചാർജറൊക്കെ എടുത്ത് നിങ്ങൾ ഷോർട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ നിന്ന് അത് ചാർജർ കംപ്ലൈൻ്റ് ആവുകയൊന്നുമില്ല. കാരണം അതിൽ നിന്ന് 5 വോൾട്ടോ 12 വോൾട്ടോ ഒന്നും വരാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. കംപ്ലൈൻ്റ് ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് വാങ്ങാവുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ 300 വാട്ടും വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയാണ്. ഈ 2 മണിക്കാണ്, രാത്രി 2 മണിയാണ്. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സമയം കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത്. അത് അറിയുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.